ഒരുപക്ഷെ മിമിക്രി വേദിയിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ്. പാട്ടുകാരെന്നോ ഉപയോഗിച്ചു തുടങ്ങി കരോക്കെ എന്ന് പറയുന്ന സംഭവം. എന്നാൽ മിമിക്രിയിൽ ആദ്യമായിട്ടൊരു കരോക്കെ മിമിക്രി അവതരിപ്പിക്കുകയാണ്. ഇതിൽ എന്റെ മറുഭാഗത്ത് നിന്ന് വരുന്ന ശബ്ദങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് സിനിമയിൽ നിന്ന് തന്നെ എടുക്കുന്ന ശബ്ദങ്ങളാണ്. ബാക്കി ശബ്ദങ്ങൾ ഞാൻ ലൈവായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. മലയാള രാഷ്ട്രീയത്തിലെ 3 ആളുകളുടെ ശബ്ദം. അവർ 3 കഥാപാത്രങ്ങളെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം എത്തുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സഖാവാണ്. അദ്ദേഹം 1989 പുറത്തിറങ്ങിയ വന്ദനം എന്ന ചിത്രത്തിലെ ഒരു സീൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ഗാഥ എന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് ഐ ലവ് യു പറയിക്കുന്ന ഒരു സീനാണത്. ആ സീൻ ഇവിടെ നമുക്ക് VS സഖാവ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും എന്ന് കാണാം. ഗാഥയ്ക്കറിയാമോ എത്ര നാളായി ഞാൻ ഗാഥയുടെ പുറകെ നടക്കുന്നു എന്ന്? വേളമുണ്ടാക്കും. LDF വരും, എല്ലാം ശരിയാകും എന്ന് ക്യാപ്ഷൻ മാറ്റി VS വന്നാൽ എല്ലാം ശരിയാകും എന്നാക്കി മാറ്റണം. ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ലേ? പറ്റില്ല. എങ്കിൽ ഞാൻ പാർട്ടി മാറി പോവുകയാണ്. കുമ്മനം പ്ലീസ് അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. പോരുത്. സത്യം. സത്യം. എങ്കില് എന്നോട് പറ ഐ ലവ് യു. ഞാൻ പോവുകയാണ്. പറയാം. എങ്കിൽ പറയൂ, കേൾക്കട്ടെ. ഒരട്ടെ. നല്ല രസം. ഐ ലവ് യു. അയ്യേ, ഇതെന്ത് ഐ ലവ് യു? ഈ ലവ് യു ആർക്ക് വേണം? ഞാൻ പോവുകയാണ്. എങ്കിൽ പറയൂ, കേൾക്കട്ടെ. ഇനി ഒരു കരുത്താർന്ന കഥാപാത്രവുമായി എത്തുന്നു. ജഗന്നാഥൻ എന്ന ലാലേട്ടൻ ചെയ്ത കഥാപാത്രം. അത് 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ഉണ്ണിമായ എന്ന മഞ്ജു വാര്യർ ചെയ്ത കഥാപാത്രത്തോട് സംസാരിക്കുന്ന ഒരു രംഗമാണ്. ഇരട്ടച്ചങ്കൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ പിണറായി സഖാവായിരുന്നു ആ വേഷം ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് കാണാം. 6-ാം തമ്പുരാനിലെ രംഗം. അണ്ണാ എന്നാ പറയുന്നു? ചെവി കേട്ടില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കൻ. ഇത് പൊതുവഴിയല്ല. അത് ചോദിക്കാൻ നിങ്ങള് ആരാണ്? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. നിങ്ങള് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടുള്ള ഏതോ ഒരു ഭഗവതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. എന്നോട് സംസാരിക്കുന്നത് മര്യാദറ്റായിട്ടില്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോ ഇടപെട്ട് നിങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ പാർട്ടി എടുക്കും. അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. പോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാണാവോ എനക്കറിയാത്ത ഈ ഞാൻ ആരാണാവോ? കേരളം ഭരിക്കുന്ന പിണറായി തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോലോമാൻ ചാട്ട ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. നിങ്ങൾ വലിയ ശാന്തി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് VS-നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ സിന്ദാബാദ് എന്ന് പറയാന്ന്. ഇനി ഒരു കഥാപാത്രം കൂടി 97 തിരഞ്ഞെടുക്കിയ കുതിരവട്ടം പപ്പുവേട്ടൻ, ലാലേട്ടൻ, ശോഭന ഇവർ ചേർന്നുള്ള തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കാളവണ്ടിയിൽ കയറിയിരിക്കുന്ന രംഗം. ഈ രംഗത്തെത്തുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, പപ്പുവേട്ടൻ ചെയ്ത വേഷത്തിൽ മാണി സാർ. ഇവരെല്ലാം എത്തുന്നു. കാണാം തേന്മാവിൻ കൊമ്പത്തിലെ രംഗം. നല്ല എന്താ പേര്? കാർത്തുമ്പി. ആര് കാർത്തുപ്പി? ആരും കാർത്തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. എന്ത് പേരുള്ള ആളാണെങ്കിലും ആരോട് ചോദിച്ചിട്ടാ ഈ ക്ലിഫ് ഹൗസിൽ കയറി ഇരിക്കുന്നത്? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആര് പറഞ്ഞു കയറി ഇരിക്കാൻ? പാർട്ടിയിലുള്ള എല്ലാരും കളവന്മാരാണല്ലോ. ആരാന്ന് കൃത്യമായിട്ട് പറ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ദൈവമേ, പിന്നെ കോഴ മേടിച്ചോ? ആരാ മേടിച്ചത്? ഏതമ്മാവൻ? പാല ഓർ തൃപ്പൂണിത്തുറ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാലേ നമുക്ക് പറയത്തുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പെന്ന് പറയുമ്പം ബാറ് കോഴയുമായിട്ട് ബന്ധപ്പെട്ട്
അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. എന്നതാ കൊച്ചെ, എന്നതാ പ്രശ്നം? പാലായിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഈ കുട്ടി പറയുന്നു നിങ്ങള് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു അയ്യോ, അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. പറഞ്ഞല്ലോ, എന്നോട് പറഞ്ഞല്ലോ അമ്മാവൻ കാശ് മേടിച്ചു എന്ന്. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്? വെറുതെ ഇല്ലാത്തത് അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു, എന്നോട് പറഞ്ഞു അമ്മാവൻ കാശ് മേടിച്ചു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനാണോ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കാശ് പറയുന്നത്? വെറുതെ നോണ പറയരുത് കേട്ടോ മോണച്ചി. നുണച്ചിനെങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, ഒരാളെ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? താൻ ആരാണെന്ന് തനിക്കറിയാൻ വയ്യെങ്കിൽ താൻ എന്നോട് ചോദിക്ക, താൻ ആരാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു തരും ആരാണ്ടൊക്കെയാണ്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ ഇവിടെ പ്രശ്നം? സാബോളിയാ ഇന്ന് പോരെ. ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്, അങ്ങോട്ട് ചോദിക്കേ. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർക്കെന്താ പറയാൻ പാടില്ലാത്ത പോയി ടാസ്ക് വിളിയടാ. താങ്ക് യു. ഇനി ഇത്രയും പേര് ഇവിടെ ഇരുന്നതുകൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം ഒരേ ഒരാളെ കൂടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുന്നിലിരിക്കുന്നതുകൊണ്ടാണ്. ലാൽജോ സാറ് മുന്നിലിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് കുറെ പേര് ബാക്കിൽ നിന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒന്ന് അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗത്തിൽ ഡയലോഗ് പറയുന്ന ഒരാളാണ് രജനീകാന്ത്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ മറ്റൊരാൾ അഭിനയിച്ചാൽ എത്രയോ നേരപ്പെടും. അധികമാണ് ആശപ്പെടുന്നത്, അധികമാണ് കോപപ്പെടുന്നത്, നല്ല അബദ്ധ ചരിത്രമേ കിട്ടിയത് ഏ വഴി കഴിഞ്ഞ് ഇത്രയും സ്പീഡിലാണ് അദ്ദേഹം ഡയലോഗ് പറയുന്നത്. എന്നാൽ ലാൽജോ സാർ വളരെ പതുക്കെയാണ് ഡയലോഗ് പറയുന്നത്. കബാലി എന്ന ചിത്രത്തിലെ ഡയലോഗ് ലാൽജോ സാറാണ് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹം എങ്ങനെ പറയുമായിരുന്നു എന്ന് ഒന്ന് അവതരിപ്പിക്കാം. ഈ തമിഴ് സിനിമകളില് മറുക് വെച്ചിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് മീശ വിരിച്ചു കഴിഞ്ഞാല് മാധവൻ കള്ളനാ. മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പടം മാറിപ്പോയല്ലോ. കവാലിയടാ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കലും കൂടി വളരെ നന്ദി. താങ്ക് യു.